റിപ്പോർട്ട് ബ്രേക്കിംഗ് വാർത്തയിലേക്കാണ് നമ്മൾ പോകുന്നത്. ഫസ്റ്റ് ഓൺ റിപ്പോർട്ട്. വ്യാജരേഖ ചമച്ചുള്ള അവയവ കച്ചവടത്തിൽ ലേക്ക് ഷോർ ആശുപത്രിയിലെ ഡോക്ടർമാരിലേക്കും അന്വേഷണം വ്യാപിപ്പിച്ച ഇഡി. സീനിയർ കൺസൾട്ടന്റ് മുഹമ്മദ് ഇക്ബാലിനെ ചോദ്യം ചെയ്തു. നിയമവിരുദ്ധ ശസ്ത്രക്രിയയ്ക്ക് ഡോക്ടർമാർക്ക് കമ്മീഷൻ ലഭിച്ചിട്ടുണ്ടോ എന്നാണ് പരിശോധിക്കുന്നത്. ഡോക്ടർമാരുടെ ബാങ്ക് അക്കൗണ്ടുകളും സ്വത്തുക്കളും കേന്ദ്രീകരിച്ച അന്വേഷണമുണ്ട്. ആശുപത്രിയുടെ MD SK അബ്ദുള്ളയെ കഴിഞ്ഞ ദിവസം ചോദ്യം ചെയ്തിരുന്നു. SS ശരണും സജോ ദേവസ്യയുമാണ് ചേരുന്നത്. ശരൺ, ലേക്ക് ഷോർ ആശുപത്രിയിൽ ഡോക്ടർമാർക്ക് ഈ വ്യാജരേഖ ചമച്ചുള്ള അവയവ കച്ചവടത്തിൽ പങ്കുണ്ടോ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ അന്വേഷിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏത് സാഹചര്യത്തിലാണ് ഈ ചോദ്യം ചെയ്യൽ? വിനീത, കഴിഞ്ഞ മാസമാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇത് സംബന്ധിച്ച് ECI രജിസ്റ്റർ ചെയ്യുന്നത്. അതിന് പിന്നാലെ വിശദമായ റെയ്ഡാണ് നമുക്ക് കാണാൻ കഴിഞ്ഞിരുന്നത്. അതിൽ മുഖ്യപ്രതിയായ നജീബിന്റെ വീട്ടിലടക്കം, ഒപ്പം ഈ മറ്റ് ആശുപത്രികളടക്കം, ലേക്ക് ഷോർ ആശുപത്രി അടക്കമുള്ള ആശുപത്രികളിലും റെയ്ഡ് ഉണ്ടായിരുന്നു. അതിന് പിന്നാലെ ഇപ്പോൾ ലേക്ക് ഷോർ ആശുപത്രിയെ ഫോക്കസ് ചെയ്തുള്ള അന്വേഷണത്തിലേക്കാണ് ED കടന്നിരിക്കുന്നത്. അതിന് കാരണം എന്ന് പറയുന്നത്, ഈ റെയ്ഡിൽ ആശുപത്രിയിൽ നിന്ന് പ്രധാനപ്പെട്ട വിവരങ്ങൾ, അതായത് ഈ നിയമവിരുദ്ധമായ ശസ്ത്രക്രിയയുടെ രേഖകൾ EDക്ക് ലഭിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ ദിവസം ആശുപത്രിയുടെ MDയെ തന്നെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തത്. അതിന് പിന്നാലെ ഇപ്പോൾ ഡോക്ടർമാരെ കേന്ദ്രീകരിച്ചുള്ള വലിയ അന്വേഷണത്തിലേക്ക് പോയിരിക്കുകയാണ്. അതായത് ഈ ആശുപത്രിയിലെ സീനിയർ കൺസൾട്ടന്റ് ആണ് ഈ മുഹമ്മദ് ഇക്ബാൽ. അദ്ദേഹത്തെ ചോദ്യം ചെയ്തിട്ടുണ്ട്. അദ്ദേഹം നൽകിയ മൊഴികൾ വിശദമായി പരിശോധിച്ചു വരികയാണെന്നുള്ളതാണ് ED പറയുന്നത്. ED ഇവിടെ പ്രധാനമായും കാണുന്നത് ഒരു സംഘടിതമായിട്ടുള്ള കുറ്റകൃത്യമാണ് നടന്നിരിക്കുന്നത്. അതായത് നിയമവിരുദ്ധമായിട്ടുള്ള ശസ്ത്രക്രിയ എന്നുള്ളത് ഒരു സംഘടിതമായിട്ടുള്ള കുറ്റകൃത്യമാണ്. അതിൽ നിന്ന് കമ്മീഷൻ തുക ഡോക്ടർമാർക്ക് പോയിട്ടുണ്ടോ എന്നുള്ളതാണ്. അപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിലാണ് ഡോക്ടർമാരുടെ സ്വത്തുക്കളും ബാങ്ക് അക്കൗണ്ടുകളും കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം കൂടി നടക്കുന്നത്. നേരത്തെ ഈ മുഹമ്മദ് ഇക്ബാലിനെ ചോദ്യം ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തോട് ചില രേഖകൾ ഹാജരാക്കാൻ ആവശ്യപ്പെട്ടിരുന്നു. അതായത് ഈ സ്വത്ത് വിവരങ്ങൾ അടക്കമുള്ള രേഖകളാണ്. അതുകൂടി പരിശോധിച്ച ശേഷമായിരിക്കും തുടർ നടപടികളിലേക്ക് ED കടക്കുക എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഒപ്പം തന്നെ ഈ ആശുപത്രിയിലെ കൂടുതൽ ഡോക്ടർമാരിലേക്ക് പോകാനുള്ള സാധ്യത, അവരിലേക്ക് കൂടി അന്വേഷണം പോകാനുള്ള സാധ്യതയും ഉണ്ടെന്നുള്ള കൂടിയാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നേരത്തെ ഈ പോലീസ് അന്വേഷണം, അതായത് തുടക്കത്തിൽ ഈ കേസ് രജിസ്റ്റർ ചെയ്യുന്നത് പോലീസാണ്. 3 സ്റ്റേഷൻ, എറണാകുളം ജില്ലയിൽ മാത്രം 3 സ്റ്റേഷനുകളിലായി കേസുകൾ രജിസ്റ്റർ ചെയ്യുന്നു. അതിന് പിന്നാലെയാണ് ഒരു പ്രത്യേക അന്വേഷണ സംഘം നിലവിൽ വരികയും ചെയ്തിട്ടുണ്ട്. പോലീസ് കണ്ടെത്തിയിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഈ മുഖ്യ പ്രതിയായ മുഹമ്മദ് നജീബിന്റെ നേതൃത്വത്തിലുള്ള അവയവ കച്ചവട റാക്കറ്റിന് കേരളത്തിലെ ചില സ്വകാര്യ ആശുപത്രികളുമായി ബന്ധമുണ്ട്. പ്രത്യേകിച്ച് ഓരോ തവണയും ഈ അവയവദാതാവിനെയും സ്വീകർത്താവിനെയും ആശുപത്രിയിൽ എത്തിച്ച് പരിശോധന നടത്തുമ്പോൾ കൃത്യമായി തന്നെ കമ്മീഷൻ തുക ഏജന്റുമാർക്ക് ആശുപത്രിയിൽ നിന്ന് പോരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇത് സംബന്ധിച്ചാണ് ലേക്ക് ഷോർ ആശുപത്രിയിൽ നിന്നും വിവരങ്ങൾ EDക്ക് ശേഖരിക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. എന്തായാലും ഈ സാമ്പത്തിക ഇടപാടുകളുടെ കഴിഞ്ഞ 3 വർഷമായിട്ട് ഈ അവയവ കച്ചവട റാക്കറ്റ് സജീവമായി തന്നെ പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു. ആശുപത്രിയുമായി സജീവമായ ബന്ധം പുലർത്തുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് സംബന്ധിച്ചുള്ള സാമ്പത്തിക ഇടപാടുകളുടെ വിവരങ്ങളും ED ശേഖരിച്ചിട്ടുണ്ട്. ശരി, സജോ ദേവസ്യ കൂടി ചേരുകയാണ്. സജോ, ലേക്ക് ഷോർ മാത്രമല്ല കൂടുതൽ ആശുപത്രികളിലേക്ക് കൂടി അന്വേഷണം നീളുന്നു ഈ ഘട്ടത്തിൽ എന്നതാണോ നമ്മൾ മനസ്സിലാക്കുന്നത്? പലയിടങ്ങളിലും നേരത്തെ റെയ്ഡ് നടത്തിയതാണ്. ഏത് രീതിയിലായിരിക്കും തുടർ നീക്കങ്ങൾ? വിനീത, പോലീസ് അന്വേഷണത്തിലും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ പരിശോധനയിലും ഇതിനകം തന്നെ ഈ കാര്യത്തിലൊരു റാക്കറ്റ് തന്നെ പ്രവർത്തിക്കുന്നുണ്ട് എന്നതിന്റെ പ്രാഥമിക വിശദാംശങ്ങൾ ലഭ്യമായതാണ്. അതായത് നമുക്കറിയാം, നമ്മുടെ രാജ്യത്ത് അവയവദാനം സർക്കാർ അനുമതിയോടുകൂടി നിയമവിധേയമാണ്. എന്നാൽ അവയവ കച്ചവടം നിയമവിരുദ്ധമാണ്. ആ രൂപത്തിൽ പക്ഷേ നിയമവിരുദ്ധമായി അവയവ കച്ചവടം നടക്കുന്നുണ്ട് എന്നതിന്റെ ഞെട്ടിപ്പിക്കുന്ന ഒരുപാട് സൂചനകൾ ഇതിനകം തന്നെ പുറത്തു വന്നതാണ്. അതായത് ഏജന്റുമാർ വലിയ റാക്കറ്റായി പ്രവർത്തിച്ച് സ്വകാര്യ ആശുപത്രികളുടെ സഹായത്തോടുകൂടിയും നിയമവിരുദ്ധമായി അനുമതിയില്ലാതെ അവയവ കച്ചവടം നടത്തുന്നു എന്നതാണ് കണ്ടെത്തൽ. അതിന്റെ അടിസ്ഥാനത്തിൽ ആദ്യം ലേക്ക് ഷോറിലും അതിന് പിന്നാലെ വിവിധ ആശുപത്രികളിലും EDയുടെ തന്നെ റെയ്ഡ് ഉണ്ടായിരുന്നതാണ്. ഇത് സംബന്ധിച്ച് തുടർന്ന് അങ്ങോട്ടേക്ക് വിശദമായ പരിശോധന നടത്തുകയും ചെയ്യും. നേരത്തെ ആദ്യഘട്ടത്തിൽ, അതായത് ഇവിടെ നിയമവിരുദ്ധമായി അവയവ കച്ചവടം നടത്തുന്നു, അതുകൂടാതെ ചില ആളുകളെ ഇത് നിയമവിധേയമായ ചില രാജ്യങ്ങളിലേക്ക് അങ്ങോട്ടേക്ക് എത്തിച്ചതിന് ശേഷം സർജറി നടത്തി അവയവ കച്ചവടത്തിന്റെ സ്വഭാവത്തിൽ തന്നെ നടത്തുന്നു. അതായത് രാജ്യത്തുള്ളവരും അതുകൂടാതെ വിദേശികളുമായ ആളുകളെ കണ്ടെത്തി അവരെ ഇങ്ങോട്ടേക്ക് എത്തിച്ചോ അല്ലെങ്കിൽ വിദേശത്തേക്ക് കടത്തിയോ ഈ രൂപത്തിൽ രാജ്യാന്തര തലത്തിൽ തന്നെ ഒരു നെറ്റ്വർക്കിന്റെ സ്വഭാവത്തിൽ പ്രവർത്തിക്കുന്നു. അങ്ങനെ അവയവ കച്ചവടം നടത്തുന്നു, ഏജന്റുമാർ പണം സ്വന്തമാക്കുന്നു, വീതിച്ചെടുക്കുന്നു. ഈ രൂപത്തിലുള്ള ഒരു നെറ്റ്വർക്കാണ് പ്രവർത്തിക്കുന്നത് എന്നതാണ് കണ്ടെത്തൽ. അതിൽ ഒന്നിൽ കൂടുതൽ വിവിധങ്ങളായി, നേരത്തെ തന്നെ ഇത് കൂടാതെ 2ഓളം ആശുപത്രികളിൽ പരിശോധന നടത്തിയതാണ്. അതുകൂടാതെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങൾ ED കൂടി ഏറ്റെടുത്തതോടുകൂടി
രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സമാനമായ രൂപത്തിൽ സ്വകാര്യ ആശുപത്രികളുടെ നെറ്റ്വർക്ക് ഉണ്ടാക്കി ഏജന്റുമാരുടെ സംഘം ഇത്തരത്തിൽ പലരുടെയും സഹായത്തോടുകൂടി അവയവ കച്ചവടം വിപുലമായ തോതിൽ നടത്തുന്നുണ്ട്. പലരെയും ഇരകളാക്കുന്നുണ്ട്. അതായത് പണം വാഗ്ദാനം ചെയ്ത് ആളുകളെ എത്തിക്കുന്നു. അവർ അവയവദാനത്തിന് സന്നദ്ധരാണ് എന്ന മട്ടിൽ അവരെ സമീപിക്കുന്നു. സന്നദ്ധരാണെങ്കിൽ വലിയ തുക നൽകാം എന്ന് വിശ്വസിപ്പിച്ച് അവരെ സമീപിക്കുന്നു. അവർക്ക് ചെറിയ തുക നൽകുന്നു. അങ്ങനെ നിയമവിരുദ്ധമായി കച്ചവടം നടന്നപ്പോൾ വിപുലമായ തോതിലുള്ള അന്വേഷണത്തിലേക്ക് പോലീസും അതോടൊപ്പം ഇഡിയും കടന്നിട്ടുണ്ട്. ശരി, ഏതായാലും ലേക്ക് ഷോർ ആശുപത്രി ഉൾപ്പെടെ പ്രധാനപ്പെട്ട ആശുപത്രികളിലെ ഡോക്ടർമാരിലേക്ക് കൂടി അന്വേഷണം എത്തുന്നു എന്നുള്ളതാണ്. സജോ ദേവസിയും ഒപ്പം എസ് എസ് ശരണും വിശദാംശങ്ങൾ നൽകുന്നു.